മടങ്ങി വരുന്ന ഭക്തന്മാർക്ക് ഉരുണ്ടു വീഴാതെ തട്ടി വീഴാതെ താഴെ സുഗമമായി അവർ വന്ന വാഹനങ്ങളിൽ എത്തിച്ചേരുന്നതിന് ഒരു 0 വോൾട്ട് ബൾബ് പോലും ഇടുവാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് വിരോധാഭാസമാണ്. മതവിശ്വാസികളുടെ എണ്ണം കൊണ്ട് ലോകത്തിൽ 3-ാം സ്ഥാനം അലങ്കരിക്കുന്ന മഹാപ്രവാഹം ഹിന്ദു. ആ ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ പാടെ തിരസ്കരിക്കുന്ന, ഹിന്ദുവിന്റെ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഇന്ത്യയിലെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് നമ്മുടെ മലയാളം. നമുക്കറിയാം, സ്വാമിയുടെ പൊന്നമ്പലമേടും അമ്പലവും എല്ലാം തീവച്ച് നശിപ്പിച്ചപ്പോൾ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ആന്ധ്രയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഭക്തന്മാർ നിരവധി കാരണങ്ങളിൽ ശബരിമലയിൽ വെച്ച് മരണപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇൻഷുറൻസ് തുകയിൽ നിന്നും ചില്ലിക്കാശ് ഈ കൊല്ലപ്പെട്ട ഭക്തന്മാരുടെ വീട്ടുകാർക്ക് ലഭിച്ചിട്ടില്ല. ഒരു ഭക്തൻ മരിക്കുമ്പോൾ സ്വാഭാവിക മരണമാണ്. സന്നിധാനം ഹോസ്പിറ്റലിലേക്ക് ആ ശരീരം എത്തിച്ചതിന് ശേഷം പമ്പയിലോ പത്തനംതിട്ടയിലോ ഉള്ള മോർച്ചറിയിലാക്കുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ ഭക്തൻ മരിച്ചിരിക്കുന്നത് ഹൃദയസ്തംഭനം മൂലമാണെന്ന് വ്യക്തമാകുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, തിരക്കിനിടയിൽ മരിച്ചുവാലും 18-ാം പടി കയറുമ്പോൾ നെഞ്ചുവേദന എടുത്ത് മരിച്ചാലും ശ്വാസം മുട്ടലുണ്ടായി മരിച്ചാലും ഹൃദയസ്തംഭനം വന്ന് മരിച്ചതായി മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർമാർക്ക് രേഖപ്പെടുത്തുവാൻ നിയമപരമായി സാധിക്കുകയുള്ളൂ. ആ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭക്തന്റെ ആശ്രിതർക്ക് 10 പൈസ പോലും കൊടുക്കേണ്ടാത്ത അവസ്ഥയാണ് സർക്കാർ നിയമപ്രാബല്യം നേടിയെടുക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ മറപറ്റി. കേരളത്തിൽ സർക്കാരിന് മാത്രം ഒരു വർഷം 15 കോടി രൂപയോളം റവന്യൂ വരുമാനം ലഭിക്കുന്ന, ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന, പൊന്നു തിരുമേനി ആപൽ ബാന്ധവൻ വാണരുളുന്ന 18 പൂങ്കാവനത്തിനുടയോനായ ശബരിമല അയ്യപ്പസ്വാമിയുടെ സന്നിധാനം ബാങ്ക് വിളികളാൽ മുഖരിതമാക്കുവാൻ ശ്രമിക്കുന്ന ന്യൂനപക്ഷ തീവ്രവാദ ശക്തികൾക്ക് കുഴലൂത്ത് നടത്തുന്ന ഈ സർക്കാരുകളൊന്നും തന്നെ ഹിന്ദുവിന്റെ ആവശ്യങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ഇത്തവണ മറ്റൊരു വിശേഷം കൂടി സംഭവിക്കുകയുണ്ടായി. കർണാടകയിൽ നിന്നും മംഗലാപുരത്തു നിന്നും പൊന്നു തിരുമേനിയെ കാണുവാനായി വ്രതധാരികളായ അയ്യപ്പന്മാർ കാസർഗോഡ് ജില്ലയിൽ പ്രവേശിച്ചപ്പോൾ തുടങ്ങിയില്ലേ അടി. കാപ്പി കുടിക്കാനുമായി എവിടെയെങ്കിലും നിർത്തുന്നു വാഹനം. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാനായി വാഹനങ്ങൾ എവിടെ